ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا قل هل ننبئكم بالأخسرين أعمالا ഏറ്റവും മോശം ഏറ്റവും നഷ്ടം പറ്റിയ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا, അവർ ചെയ്ത സർവ്വ അധ്വാനങ്ങളും ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വഹും യഹ്സബൂന, അവർ വിചാരിക്കുന്നതോ അന്നഹും യുഹ്സിനൂന സുൻആ, ഞാൻ എത്രയും നല്ല പണിയാണല്ലോ ചെയ്യുന്നത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആഖിറത്തിലേക്ക് ഒന്നുമേ ദുനിയാവെന്ന് കൊണ്ടുപോകാനില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിക്കുന്നതൊക്കെ ഒരു കാര്യമായിട്ട് ഭവിക്കും, കിട്ടുമെന്നാണ്. അങ്ങനെ തന്നെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പക്ഷേ നമ്മൾ പേടിക്കണം എന്നാണ്. ഭയങ്കരമാണ്. സ്വർഗം എന്ന് പറഞ്ഞ ഭയങ്കര സമ്മാനം അള്ളാഹു തരാൻ പോണത്. ഒരു കാറൊന്നുമല്ല. അള്ളാഹുവിന്റെ സമ്മാനം സ്വർഗലോകമാണ്. ഒരു വില്ല അല്ലെങ്കിൽ 10 ലക്ഷം, 1 കോടി, ഇതൊന്നുമല്ല അള്ളാഹിന്റെ സമ്മാനം. ലോകങ്ങളാണ്, ആലമുകളാണ്. ആലം, ലോകം. സ്വർഗത്തെ സംബന്ധിച്ച് അതാണല്ലോ അള്ളാഹുവിന്റെ പ്രയോഗം. ലോകങ്ങളാണ്. ഒരാൾക്ക് കിട്ടുന്നത് മിസ്ല ഈ ദുനിയ, മനസ്സിലാക്കിയ ഹദീസ് അല്ലേ? ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലുപ്പമുള്ള സ്ഥലമാണ് ഒരാൾക്ക് സ്വർഗത്തിലെ ലീസ്റ്റ് പെയ്ഡ്. സ്വർഗത്തിലെ ഏറ്റവും ലോ സാലറി എന്ന് പറയാൻ കഴിയുമെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ, ഏറ്റവും ചെറിയ കൂലി കിട്ടുന്ന ആളെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലുപ്പമുള്ള ലോകം ആ ഒരു മനുഷ്യനുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന് കൂലി തരണമെങ്കിൽ കുറച്ച് അധ്വാനം വേണം. അതുകൊണ്ട് വളരെ സ്ക്രൂട്ടിനി ചെയ്യണം. അമലുകൾ, ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിനാണോ അല്ലയോ, ഇത് അത്യാവശ്യമാണ് മുഅ്മിനീങ്ങളെ, അത്യാവശ്യമാണ്. അത് സാധാരണക്കാരും ആലിമീങ്ങളും ഒക്കെ. അപ്പൊ ഈ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ പഠിക്കുമ്പോ ഒരു ഹദീസ് കാണാണ്, ഉലമാഇനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗൗരവമാണ്. സാധാരണക്കാർക്ക് ഗൗരവമുണ്ട്, പക്ഷെ പണ്ഡിതന്മാർക്ക് അതിലേറെ ഗൗരവമാണ് വിഷയങ്ങൾ. ഭയങ്കര ഗൗരവമാണ്. ഈ കളികളൊന്നും പറ്റില്ല, ഭയങ്കര ഗൗരവമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൽമ് പറയപ്പെടുന്നത് പോലും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി. പിന്നെ ലാലി മുമാറാത്തിൽ ഫുഖഹാ അല്ലെങ്കിൽ ഉലമാ, ആലിമീങ്ങളോട് മത്സരിക്കാനല്ല ഇൽമ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ്. ഒരാളോട് മത്സരം നമുക്ക് വേണ്ട. അങ്ങനെയാണ്. വലാ അൻ യുഖയ്യിറ അന്നാസു മജാലിസഹും, ജനങ്ങൾ അവരുടെ മജ്ലിസ് തെരഞ്ഞെടുക്കാനുമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ്. ഇയാൾ അയാളെക്കാൾ ഉഷാറാണ്, അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ്സിന് പോവുക, അങ്ങനെ പറയാനല്ല നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. അതല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വരുന്നാണ്, അങ്ങനെയൊക്കെ ഇബ്ലീസ് വരുത്തി തീർക്കുന്നു. ഭയങ്കര പേടിയാണ് വിഷയങ്ങൾ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കാവൽ, വമൻ യൂക ശുഹ നഫ്സിഹി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലേ? അല്ലാഹു തആല അത്തരം അബദ്ധങ്ങളൊന്നും വരാതെ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ എല്ലാ അമലുകളും അങ്ങനെയാണ്. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, തർക്കുൽ അമലി മിൻ അജലിൻ നാസി റിയാ, ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നത് റിയാ ആണ്, ഷോ ഓഫ്. അത് ലോകമാന്യമാണ്. ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക, അത് വേണ്ട. വൽ അമല മിൻ അജലിൻ നാസി ശിർക്കുൻ, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക, അത് ശിർക്കുമാണ്. വൽ ഇഖ്ലാസ് അൻ യുആഫിയക അല്ലാഹു മിൻഹുമാ, ഇത് രണ്ടിൽ നിന്നും അല്ലാഹു ആഫിയത്ത് തന്നാൽ അതാണ് ഇഖ്ലാസ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ജനങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക, അത് വേണ്ട.
ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക, അതും വേണ്ട. അതിന്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർ കാണാനല്ല, ആൾക്കാരെ കാണിക്കാനല്ല, ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇതിന്റെ കൂലി അള്ളാഹു തരണം. ഇതാണ് ഇഖ്ലാസ്. അതില്ലാത്ത സർവ്വ അമലുകളും കസറാബിൻ, മരീചിക പോലെയാണ്. നമ്മുടെ അമലുകളെ സംബന്ധിച്ച് നമ്മൾ വിഷമിക്കാൻ വേണ്ടി പറയല്ല, നമ്മുടെ അമലുകളിൽ കടന്നുകൂടാവുന്ന ഈ വൈറസുകളെ നമ്മളെ കണ്ട് തുരത്താൻ വേണ്ടിയുള്ള ചില ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ കരുതി വെക്കണം എന്ന് പറഞ്ഞു തരാനാണ്. നമ്മളെ അമലുകളൊക്കെ പോയി പഠിച്ചോ, നമ്മളൊക്കെ മോശക്കാരായി പോയോ? അല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾക്ക് എമ്പാടും പ്രതീക്ഷ വേണം. നമ്മുടെ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതും അള്ളാഹു ഒരുപാട് ഇരട്ടികൾക്കിരട്ടി കൂലിയായി അള്ളാഹു തരുമാറാകട്ടെ. പക്ഷേ അത് നഷ്ടപ്പെടുത്തു പോകാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ എപ്പോഴും വരും. ഇഖ്ലാസ് നഷ്ടപ്പെടും, അത് വരരുത്. അപ്പോ ഇന്നൽ അമല, മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരു അമൽ നല്ല അല്ലാഹുവിന് വേണ്ടി ചെയ്ത അമലാണ്, പക്ഷേ അത് ശരിയായിട്ടില്ല. നിസ്കാരമൊക്കെ നല്ല ഭക്തിയിലാണ് നിസ്കരിച്ചത്, പക്ഷെ ഇവര് ഒതു മുറിഞ്ഞിട്ട് ഒതുണ്ടാക്കിയിട്ടില്ല. ആരോ പറഞ്ഞു ഇങ്ങനെ കാറ്റ് പോയാലൊന്നും ഒതുണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സാധു വിചാരിച്ചു, ശരി തന്നെയാണ്. അത് ആലിമ്യങ്ങളോട് ചെന്ന് ചോദിച്ചിട്ടില്ല, അങ്ങനെ ഒന്നുണ്ടാക്കാതെ നടന്നു. അത് എവിടെ പറഞ്ഞതാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാക്കാതെ ഒരു ഹദീസ് അതിന്റെ കഷ്ണം ഒരാൾ പറഞ്ഞു കൊടുത്തു. എന്നാ പിന്നെ എന്താ, ഞാൻ ആകെ ഗ്യാസ് സ്റ്റൗവും പ്രശ്നമായിട്ട് നടക്കുന്ന ആളാണ്, എനിക്ക് എന്തോ ഒരു റാഹത്ത്, അൽഹംദുലില്ലാഹ്. ഒന്നുമില്ലാതെ അങ്ങനെ നിസ്കരിക്കാൻ നല്ല ഇഖ്ലാസാണ്. അല്ലാഹു സ്വീകരിക്കുക. എന്റെ ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അമല് സ്വാഇബല്ല. അവൻ അമലിൽ അത് അമല് ശരിയായിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞ, പിന്നെ ഒരു അമലൊക്കെ ഭയങ്കര ശരിയാണ്, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ വളരെ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കരിച്ച് തന്നെ ഞാനിപ്പോ എന്റെ പഴയ ഏർപ്പാടൊക്കെ നിർത്തിവെച്ചു കേട്ടോ, ഞാൻ ഇപ്പൊ നല്ല കുട്ടിയേക്കണെന്ന് എല്ലാവരും തിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു തുടങ്ങിയതാണ്. അതും അല്ലാഹു സ്വീകരിക്കൂല. വേണ്ടത് ആ ഫിഖ്ഹിന്റെ ഉലമാക്കളൊക്കെ പറഞ്ഞെന്ന ഷർത്തും ഫർളൊക്കെ പാലിച്ച് നിസ്കരിച്ചു, അല്ലാഹു തആല കൂലി തരണമെന്ന് വിചാരിച്ചു നിസ്കരിച്ചു. അതാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്, അതാണ് ഖാലിസ്, അതാണ് മുഖ്ലസ്. അല്ലാഹു തആല അങ്ങനെ നമ്മുടെ ഇബാദത്തുകളാക്കി തരുമാറാകട്ടെ. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. لا خير في كثير من نجواهم, ജനങ്ങളുടെ പരസ്പരമുള്ള സംസാരങ്ങളിൽ കൂടി ഇരിക്കുന്നതിൽ, അവരുടെ അടക്കം പറച്ചിലുകളിൽ അധികത്തിലും ഖൈറില്ല. നമ്മളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന അധിക വിഷയം എന്തിനാ ഖൈറെന്ന് പറയാൻ പോകുന്നു. സാധാരണ നമ്മൾ ഈ കൂടിയിരുന്ന് സംസാരിക്കുന്ന ചർച്ചകളും മീറ്റിങ്ങും ഇതൊന്നും ഖൈറില്ല. എന്തേ ഖൈറുള്ളത്? ഇല്ലാമൻ അമറ ബിസ്സദഖത്തിൻ, നമുക്കൊരു പാവപ്പെട്ട ഒരാളിൽ അയാൾക്കൊന്ന് സഹായിക്കാൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട നമ്മുടെ മഹല്ലുകാര്, എന്നാ പിന്നെ നമ്മൾ കൂടിയിരുന്ന് കമ്മിറ്റിയാക്കുക, അതിന് കമ്മിറ്റി രൂപീകരിക്കുക. ഒരു സ്വതക്കയെ കുറിച്ചാണ് ആ ചർച്ച നടന്നത്, അതിൽ കൂലിണ്ട്. ആ ഫോൺ ചെയ്തത് മുതലായി, അത് നിങ്ങൾ കൂടിയിരുന്ന സമയം നിങ്ങൾക്ക് ലാഭത്തിലാണ്. ഔ മഅറൂഫ്, അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ചാണ് ആ ചർച്ച നടന്നത്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അവരുടെ അടക്കം പറച്ചിൽ എന്താണെന്നറിയോ? ജനങ്ങളുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ ആ ചർച്ച നടക്കുന്നത്. പ്രശ്നം ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വിഷമിച്ച് നമ്മൾ തമ്മിൽ വെറുപ്പും വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ. ജനങ്ങൾക്ക് അതൊക്കെ ഒന്ന് തിരുത്തണ്ടേ, മനസ്സ് നന്നാക്കണ്ടേ, അതിനാണ് ആ മീറ്റിംഗ് കൂടിയത്. അതിൽ ലാഭമുണ്ട്, അല്ലാത്തതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം. വെറുതെ സമയം കളഞ്ഞ് ചായ കുടിച്ച് എഴുന്നേറ്റ് പോരുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. സ്വതക്കയെ സംബന്ധിച്ച്, നന്മയെക്കുറിച്ച്, ഇസ്ലാഹിൻ ബൈനൻ നാസ്, ആകെ മീറ്റിംഗ് കൂടുന്ന ഫിത്ന ഉണ്ടാക്കാനാ. മറ്റേ മൂപ്പരെ പുറത്താക്കണ്ടേ? എത്ര കാലമായി മൂപ്പര് പ്രസിഡന്റായിട്ട് സെക്രട്ടറി ആയിട്ട് നമുക്കൊന്ന് കൂടിയിരിക്കണ്ടേ? അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരികയാണ്, ഫിത്ന പരമാവധി തുടങ്ങിക്കോളിന്ന്. ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ ഫിത്ന പുറത്തു വരിക. വിചാരിക്കുക എന്തോ റബ്ബുൽ ആലമീനാവാനുള്ള ഇലക്ഷനാണ് എന്നാ. എന്താ ഫിത്ന ഉണ്ടാക്കുക? ഇസ്ലാഹിൻ ബൈനൻ നാസ്, നമ്മൾ ചെയ്യുന്ന കൂടിയിരിക്കലും സംസാരങ്ങളും മെസ്സേജുകൾ കൈമാറുന്നതും ഇസ്ലാഹ്, നന്മ ചെയ്യാനാണ്, പരസ്പരം നന്മ വരുത്താനാണ്, മനസ്സുകൾ അടുപ്പിക്കാനല്ല. അങ്ങനെയാണ്.
ഇപ്പണിയൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടാൻ വേണ്ടിയാണ് കൂടിയിരുന്നത്, ചർച്ച ചെയ്തത്, മെസ്സേജുകൾ കൈമാറിയത്, ഫോൺ വിളിച്ചത് എന്നൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരുപാട് കൂലി നമ്മൾ ഇതിനൊക്കെ കൊടുക്കും എന്ന് അള്ളാഹു ജല്ല ജലാലുഹു പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കൂലി. എന്തേ കണ്ടീഷൻ? അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനാണ് നമ്മൾ ചെയ്തത് എങ്കിൽ കൂലിയുണ്ട്. അപ്പൊ നിയ്യത്തിനാണ് കൂലി. ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ എല്ലാ കൂലി നഷ്ടപ്പെടുകയാണ്. ഒരു ഹദീസ്, ഇദാ മരിദൽ അബ്ദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് രോഗം ബാധിച്ചു, ഔ സാഫറ, അല്ലെങ്കിൽ യാത്ര പോയി, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമാ, നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ അയാൾ ചെയ്യുക അതിന്റെ ഒക്കെ കൂലി അള്ളാഹു രോഗിയായ കൊടുക്കും. എന്തേ? ആ മനുഷ്യന്റെ നിയ്യത്ത് അങ്ങനെയാണ് അല്ലെ? ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ രോഗിയാവുമ്പോൾ ചെയ്യാൻ പറ്റൂല. സുന്നത്ത് നിസ്കരിക്കാൻ ഫർളേ കഴിയുന്നുള്ളൂ. എന്നാൽ ആരോഗ്യം ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടല്ലോ, അള്ളാഹു കൂലി കൊടുക്കും. കുഴപ്പമില്ല. യാത്ര പോവാൻ, ഒരു പക്ഷേ അന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലാൻ പറ്റില്ല എന്ന് വരും, ദിക്ർ ചൊല്ലാൻ പറ്റില്ല എന്ന് വരും, അന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വരും, അന്ന് പ്രത്യേക ചില കാര്യങ്ങൾ അമലുകളൊക്കെ ഒന്ന് കുറഞ്ഞെന്ന് വരും, കുറച്ച് ഖുർആൻ ഓതാറുണ്ടായിരുന്നു, യാത്രയെ പറ്റിയില്ല. ഒരു കുഴപ്പമില്ല. നിന്റെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയല്ലേ ചെയ്തിരുന്നത്, അത് നീ യാത്രയിലാണ്, അതെനിക്കറിയാം, ഞാൻ അതിന്റെ കൂലി നിനക്ക് തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പെയ്ഡ് ലീവായിട്ട് കൂട്ടുന്നു. അങ്ങനെയാണ്. അൺപെയ്ഡ് ലീവ് അല്ല, അള്ളാഹുവിന്റേത് പെയ്ഡ് ലീവാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ തകൂനു ലഹു സ്വലാത്തുൻ ബിലൈലിൻ, രാത്രി നേരത്തെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന മനുഷ്യൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, ഫയഗ്ലിബുഹു അലൈഹാ നൗമുൻ, അങ്ങനെ നിസ്കാരത്തിന്റെ ഇടക്ക് ഉറക്കങ്ങട്ട് ദേഹത്ത് കയറിയിട്ട് ആ മനുഷ്യന് ഉറക്കിലേക്ക് പോയാൽ, ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി, അവന് നിസ്കാരത്തിന്റെ കൂലി അല്ലാഹു തഹജ്ജുദിന്റെ കൂലി നൽകുകയും ചെയ്യും. വകാന നൗമുഹു അലൈഹി സ്വദഖ, അവൻ ഉറങ്ങിയ ഉറക്കവന് സ്വദഖയായിട്ടും അല്ലാഹു രേഖപ്പെടുത്തും. യാ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആഗ്രഹിച്ചു, പഠിച്ചവനെ ഇതിനൊക്കെ കൂലിയൊക്കെ നമ്മൾ ആലോചിച്ചു, ഒന്നാ നിസ്കരിക്കുക, എഴുന്നേറ്റു, ഭയങ്കര ഉറക്ക്, അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ ഉറങ്ങിപ്പോയി, പിന്നെ ഉണരുന്നത് സുബഹിക്കാണ്. ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അള്ളാഹു കൊടുക്കുകയും ചെയ്യും, ആ ഉറക്കൊരു സ്വതക്കയായിട്ടും കൂട്ടുന്നു. സുബ്ഹാനല്ലാഹ്. എന്തേ? അള്ളാഹുക്ക് വേണ്ടി എഴുന്നേറ്റതല്ലേ, അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റതല്ലേ. അള്ളാഹു തആല നമുക്ക് സഹായിക്കും. من سأل الله الشهادة بصدق بلغه الله منازل الشهداء وإن مات على فراشه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചു. രക്തസാക്ഷി അള്ളാഹുവിനെ ഷഹീദാക്കി തരണം പഠിച്ചവനെ, ഭയങ്കര കൂലിയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന വിഷയമാണ്. എനിക്ക് ഷഹാദത്ത് തരണം പഠിച്ചവനെ എന്ന് ചോദിച്ചു. ബിസ്സുദ്ഖിൻ, സത്യസന്ധമായിട്ട് അള്ളാഹിനോട് ചോദിച്ചു. സത്യസന്ധമുണ്ട്, അള്ളാഹു എനിക്ക് തരണം പഠിച്ചവനെ, നിനക്ക് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഒരു അവസരം തരണം പഠിച്ചവനെ എന്ന് ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, ശുഹദാഇന്റെ സ്ഥാനങ്ങളിലേക്ക് ആ മനുഷ്യൻ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. വഇൻ മാത അലാ ഫിറാശി, മരിച്ചത് സ്വന്തം വിരിപ്പിലാണെങ്കിൽ പോലും അള്ളാഹു ശുഹദാഇന്റെ സ്ഥാനത്തേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? ആ ചോദ്യത്തിലൊരു സിൻസിരിറ്റി ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൽ. നമ്മൾ ക്ലാസ്സിലെങ്കിൽ പറഞ്ഞു, നമ്മൾ വിചാരിക്കും പഠിച്ചോലെ, ഞാനൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കാലത്തൊക്കെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഞാനൊക്കെ കഴിച്ചിലായി പോയേനെ നമ്മളിങ്ങനെ പറയും. ചില ആൾക്കാർ വെറുതെ ചിന്തിക്കും. ആലോചിച്ച് പറയണത്, നമ്മൾ ജനിക്കേണ്ടത് എപ്പോഴാണ് അള്ളാഹു കണക്കാക്കിയ സമയത്താണ് നമ്മൾ ജനിച്ചത്. സംഗതി ഭയങ്കര തൗഫീഖാണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണ്ട, കാട് കയർന്നു പോകേണ്ട. ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ ആ വിഷയം കുറച്ച് ഗൗരവമാണ്. സ്വഹാബത്ത് ചെയ്ത ത്യാഗമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അപ്പോ സ്വന്തം നാടും വീടും പോരക്കെട്ടിട്ട് പോയ ഹിജ്റ, യുദ്ധത്തിന് പോവാണ്, നോക്കിക്കാൻ പറ്റുമോ? ബദറും ഉഹദും ഖന്തഖും ഹുനൈനും, എത്ര യുദ്ധങ്ങൾ, ഇതിനൊക്കെ പോണ്ടേ? അതിനൊക്കെയുള്ള മനക്കരുത്ത് നമുക്ക് ഉണ്ടാവോ? ജിഹാദിന് ഇറങ്ങാൻ നമ്മളോട് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും നമ്മുടെ ആവേശം?
നമ്മുടെ ഈമാന്റെ ഖദറിനനുസരിച്ച് അള്ളാഹു നമ്മ പറഞ്ഞയച്ചത്. അങ്ങനെ ഈമാനുള്ള ആൾക്കാരൊക്കെ അന്ന് അള്ളാഹു അവിടെ തന്നെ ജനിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തായി അള്ളാഹു ജനിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. അവരാണ് ആ പണിച്ച്. അവരെ പോലെ ഒരാൾക്കും അത് ചെയ്യാൻ കഴിയൂല. അത് ഉത്തരവാദിത്തങ്ങളാണ്. 20 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ 200 ശത്രുക്കളോട് അവർ പടവരുതണം എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. 20 ആള് 20:200. പടച്ചോനെ, പിന്നെങ്ങനെ അല്ലാഹു തഖ്ഫീഫ് 100 മുഅ്മിനീങ്ങളും 200 കാഫിറുണ്ടെങ്കിലും യുദ്ധം നടക്കട്ടെ അവിടെ. കാരണം അവിടെ 200 അതിജീവിക്കാൻ മുഅ്മിനീങ്ങൾക്ക് പകുതി മതി, 100 മതി. അല്ലാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കണം. എങ്ങനെ? ബിസ്സുദ്ഖിൻ, സത്യസന്ധമായിട്ട് ചോദിക്കും. അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം. അസ്അലുല്ലാഹ ഷഹാദ, അല്ലാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കണം എന്നാണ്. കാരണം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാക്രിഫൈസ് അവന്റെ ജീവൻ കൊടുത്തിട്ടാണ്. അത് അല്ലാഹുവിന് വേണ്ടി ചെയ്യണം എന്നാണ്. അതിന്റെ അവസരങ്ങൾ വരുമ്പോ എടുത്തു ചാടേണ്ട. അതിന്റെ അവസരങ്ങൾ വരുമ്പോ ഞാൻ അതിന് തയ്യാറാണ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നിൽക്കണം. കല്യാണം കഴിഞ്ഞ സ്വഹാബിമാരാണ്. മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് പോയത് സ്വഹാബികൾ റളിയല്ലാഹു അൻഹും. യുദ്ധത്തിന് പോയിട്ട് ജനാബത്ത് കുളിക്കാൻ നേരം കിട്ടിയില്ല. രാത്രി ആ വിളിയാൾ അങ്ങോട്ട് പോയി. ഗസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ കുളിപ്പിച്ച സ്വഹാബിമാർ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഈമാനും അവരുടെ ഈമാൻ എവിടെയാണ്? ഷഹാദത്തിന് തഹിന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ആഗ്രഹ തുടിപ്പാണ്. ജീവൻ ഞാൻ തരാം. ഈ ജീവൻ തരാന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഗതിയാണ്. ആളുകൾ റൊമാൻറ്റിക് ആകുമ്പോഴതൊക്കെ പറയാ. സ്നേഹിക്കുമ്പോ, പ്രേമം തുടങ്ങുമ്പോ അല്ലേ, എന്റെ ജാൻ, എന്റെ ജീവൻ നിനക്കാണ് അല്ലേ, താരെ തോൽക്കലായെങ്കിൽ തുജെ, ഇതൊക്കെ പറയും. അതൊക്കെ വെറുതെ നുണ പറയല്ലേ. അവന്റെ കാര്യം കഴിഞ്ഞിട്ട് പോകൂലേ? എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക? ഈ ജീവനൊക്കെ ഓഫർ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാ ഓഫർ ചെയ്യേണ്ടത്. പെണ്ണിനെ നീ ഹലാലായിട്ട് നിക്കാഹ് ചെയ്ത് കൂട്ടിക്കൊണ്ടോ. നീ ഇംഗ്ലീഷുകാരുടെ പോലെ ഡേറ്റിങ്ങും പ്രേമം നടക്കല്ല, ഹറാമായില് നടക്കല്ല. അത് നിനക്ക് കുറ്റമാണ്. അവിടെ നീ എന്തൊക്കെ പറയും, എന്തൊക്കെ ചെയ്തു കൊടുക്കുക, എന്തെല്ലാം നിന്റെ സന്നദ്ധതകൾ എത്രയൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. അത് ലൗ സർഫഹാ ഫീ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കേണ്ട ഓഫറുകളാണ്. അതാണ് വലുത്. ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അത് ഇഖ്ലാസിന് അല്ലാഹു നൽകുന്ന അല്ലാഹുവിന്റെ പ്രതിഫലമാണ്. ഇന്നമദ് ദുനിയാ ലി4 നഫരിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ദുനിയാവ് എന്ന് പറയുന്നത് 4 വിഭാഗം ആളുകൾക്കുള്ളതാണ്. ദുനിയാവ് 4 വിഭാഗത്തിനുള്ളതാണ്. അബ്ദുൻ റസഖല്ലാഹു മാലൻ വഇൽമൻ ഫഹുവ യത്തഖി ഫീഹി, يتقي فيه ربه ويصل فيه رحمه ويعلم لله فيه حقا فهذا بأفضل المنازل. 4 വിഭാഗം ആളുകളെ ദുനിയാവിൽ കാണുള്ളൂ. ഒന്ന്, ആ മനുഷ്യൻ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു, സമ്പാദ്യം കൊടുത്തു, വഇൽമൻ, ഇൽമും കൊടുത്തു. ഹലാലും ഹറാമും എന്താണ്, ഏതാണ് അനുവദിക്കപ്പെട്ടത്, ഏതാണ് അനുവദിക്കപ്പെടാത്തത്, ഈ ഇൽമ അല്ലാഹു കൊടുത്തു. ആ മനുഷ്യൻ തന്റെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ച് ചെലവഴിക്കുന്നു. വയസുലി ഫീഹി റഹിമ, തന്റെ ബന്ധുക്കളെ അവൻ സഹായിക്കുന്നു സമ്പത്തിൽ നിന്ന്. മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മുടെ ബന്ധുക്കൾക്ക് അവകാശമുണ്ട്. മുഅ്മിനീങ്ങളെ, യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ, നമ്മുടെ ബന്ധുക്കളായ ആളുകൾ, അവരിൽ പാവപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സമ്പത്തിൽ അവകാശമുണ്ട്. അവരെ മനസ്സ് വേദനിപ്പിക്കരുത്. വയഅലമു ലില്ലാഹി ഹഖ്ഖ, എന്റെ സമ്പത്തിൽ അല്ലാഹുവിന് ഹഖ്ഖുണ്ട്. അല്ലാഹു തആല ചില ആളുകൾക്ക് എന്റെ കയ്യിൽ ചില ആളുകളുടെ പൈസ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി ജീവിക്കുന്ന ഇൽമും സമ്പത്തുമുള്ള ആളുകൾ ദുനിയാവിലുണ്ട്. ഫഹാദാ ബിഅഫ്ളലിൽ മനാസിൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തിരിക്കുന്നവർ അവരാണ്. വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല, ഒരു മനുഷ്യന് ഇൽമുണ്ട്, വലം യർസുഖുഹു മാല, സമ്പത്തില്ല. ഒരുപാട് ആലിമീങ്ങൾ, സംസ്ഥയുടെ ഉലമാ, ഒരുപാട് ആലിമീങ്ങൾ അങ്ങനെയാണ് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നു. ഇൽമുള്ള വലിയ ഇൽമിന്റെ ബഹറുകളാണ്, പക്ഷേ അവർക്ക് സമ്പാദ്യമില്ല, അവർക്ക് സമ്പത്തില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്തുണ്ട്. എന്താണ്? ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ,
പടച്ചോനെ സമ്പത്തില്ല, അതുകൊണ്ട് മദ്രസന്റെ വിഷയം വരുമ്പോ ഒരു മുതലാളിയെ സമീപിക്കേണ്ടി വരികയാണ്. ആ മുതലാളിക്ക് കൊടുത്ത പോലെ എനിക്കെങ്ങാനും നീ തന്നിരുന്നെങ്കിൽ അല്ലാഹ് എന്റെ പൈസയിൽ നിന്ന് ഞാൻ ചെലവഴിച്ചേനെ എന്ന് നീയത്തുണ്ട്. പടച്ചോനെ സമ്പത്ത് എനിക്കില്ലല്ലോ, ഇൽമുണ്ട് പക്ഷേ സമ്പത്തില്ല, എങ്ങാനും നീ തന്നാൽ അല്ലാഹുവേ ആ മനുഷ്യൻ ചെയ്യുന്ന പോലെ ഞാനും ചെയ്തേക്കും എന്ന് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തിരിക്കുകയാണ്. അതിനൊക്കെ ഭയങ്കര പ്രയാസമുണ്ടോ നീയത്ത് നമുക്ക് നീയത്ത് ചെയ്തൂടെ? നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ്. പടച്ചോനെ നമ്മുടെ കൈ നമ്മെ പ്രതീക്ഷിച്ച ഒരാൾ വരുമ്പോ ഒരു സംഭാവന ചോദിക്കേ, ഒരു കുട്ടിയുടെ കല്യാണ വിഷയങ്ങളോ നാട്ടിൽ നമ്മുടെ അയൽവാസികളോ ബന്ധുക്കളോ ഗൾഫിൽ നിന്ന് വരികയാണ്, അബുദാബിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് പെട്ടിയൊക്കെ എടുത്ത് വരികയാണ്. നമ്മളെ പെട്ടിയിലെ പലക്കാനുള്ളതൊക്കെയാക്കാൻ ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ കാണുന്നവരെന്താ വിചാരം? എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു വരുമ്പോ എന്റെ കയ്യിലില്ലല്ലോ ഉണ്ടായിരിക്കില്ല. സത്യമായിരിക്കും നിങ്ങൾ പറയണത്, നമ്മൾ പറയുന്നത് സത്യമാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. ഇപ്പൊ വിഷമുണ്ടാകും. പടച്ചോനെ ഞങ്ങളൊക്കെ ഒപ്പം കളിച്ചു വളർന്ന ആൾക്കാരല്ലേ, എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ, ചോദിച്ചിട്ട് പോലും തന്നില്ലല്ലോ എന്ന് പറയും. നമ്മൾ അല്ലാഹുവിനെ ദ്വാരക്കേണ്ട അങ്ങനെ, പടച്ചോനെ നമ്മെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള സംഖ്യയെങ്കിലും കയ്യിൽ തരണം പടച്ചോനെ. അങ്ങനെ അള്ളാഹു നമുക്ക് ഹലാല് കൊണ്ട് അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. അതൊരു ഭയങ്കര വിഷമമുള്ള അവസ്ഥ. നമ്മൾ ആ അവസ്ഥയിലാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുക. നീയത്ത് ചെയ്യാമല്ലോ, നമുക്കിപ്പോ നീയത്ത് പടച്ചോനെ ഇന്ന ആളുകൾ അവർക്ക് ഇൽമുണ്ട് സമ്പത്തുണ്ട് അവരങ്ങനെ കൊടുക്കുന്നു. എത്രയോ ഉമ്മമാർ നല്ല സ്വതക്ക് ചെയ്ത എത്രയോ ഉമ്മമാർ, നല്ല മഹതിമാർ, അള്ളാഹുക്ക് തക്ക പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കൊടുത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹ് പെണ്ണുങ്ങൾക്കും പറ്റും ആണുങ്ങൾക്കും പറ്റും. നമുക്ക് നീയത്ത് ചെയ്യാം, അല്ലാഹു എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും പടച്ചോനെ, ഞാൻ സ്വതക്ക ചെയ്യും അല്ലാഹ്. അങ്ങനെയാണ് അത് സ്വാദിഖായ നീയത്ത് കേട്ടോ. നല്ല നീയത്ത് ചെയ്യണം, നല്ല നീയത്ത്. അതിൽ കളവ് വരരുത്. നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷെ അള്ളാഹു തന്നു അപ്പൊ നമ്മുടെ കോലം മാറി, അങ്ങനെ വരരുത്. അങ്ങനെയാണ് അധികം ഉണ്ടാവുക. ജോലിക്ക് ഗൾഫിലൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഉസ്താദ്മാരോട് ദ്വാരിപ്പിക്കാനൊക്കെ പറയാം. ഉസ്താദൊക്കെ ദ്വാര നല്ല ആശീർവദിച്ച് അനുഗ്രഹിച്ചു വിട്ടു, അൽഹംദുലില്ലാ. പിന്നെ ഉസ്താദിനെ പോയി കാണൂല, ആ പള്ളിക്കൂല്ല, ആ വഴിക്കൂല്ല. എന്തെങ്കിലും ഒരു ഇടങ്ങേറ് കുടുങ്ങിയാൽ അപ്പോൾ ചെല്ലും, ഉസ്താദെ ദ്വാരിക്കണം. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്ത് നമ്മൾ മറക്കരുത്. നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുത്തൊക്കെ മറന്നേക്ക്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. അപ്പൊ നമ്മള് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമുക്കൊക്കെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നാട്ടിലൊക്കെ പോകുന്ന അവസ്ഥയിൽ നശ്റുൽ ബസ്മ അല്ലെ, പുഞ്ചിരി മുഖത്ത് വിടർത്താൻ കഴിയുന്ന സംഗതികളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യാം. വലവ് കലിമത്തിൻ ത്വയ്യിബ, നല്ലൊരു വാക്കെങ്കിലും പറയാം. അങ്ങനെയാണ് ഉപകാരം ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ചീത്തപ്പേര് വരുള്ളൂ കേട്ടോ. അതൊരു വിഷയം കൂടെ ഉണ്ട് അതിൽ. അതൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സഹിക്കുകയാണ്. 20 കൊല്ലമായിട്ടുണ്ട് ഗൾഫിൽ, പക്ഷെ നയാ പൈസന്റെ ഉപകാരം ഒരു മനുഷ്യൻ അയാൾ ചെയ്തിട്ടില്ല. അയാളെ പറ്റി ആൾക്കൊരു പരാതി ഉണ്ടാവില്ല. ചിന്ത അയാളെ പറ്റി ആലോചിക്കണില്ല. പക്ഷെ എല്ലാ കൊല്ലം 1000 റുപ്യ തരുന്ന മൂപ്പര് ഈ കൊല്ലം വന്നപ്പോ തന്നില്ലല്ലോ, അതാണ് പരാതി ഉണ്ടാവുക. 20 കൊല്ലം തന്നതൊക്കെ മറക്കും. പിന്നെ അപ്പൊ വലിയ ആളായി പോയി, കണ്ടില്ലേ. ഉപകാരം ചെയ്യുന്നവർക്ക് അത് ഇഹ്സാനിനെ പറ്റി വരുന്ന മറ്റൊരു പരീക്ഷണമാണെന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഒരാളും ഇങ്ങോട്ട് അതിന് പകരം ചിരിക്കണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് എന്തെങ്കിലും തിരിച്ചു വല്ലതും ചെയ്യണം, പ്രതീക്ഷിക്കാൻ പോലും പാടില്ല. അതാണ് നമ്മുടെ ഇഹ്സാനിന്റെ രീതി. അതാണ് ദീനത പറയുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ല, അവര് ചിരിച്ചോട്ടെ ചിരിച്ചാതിരിക്കോട്ടെ, എല്ലാവരും ഇറ്റ്സ് ഓൾ ലൈക്ക്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആൾക്കാർക്ക് പരാതി, ആ പരാതി കേട്ടുകൊണ്ട് തന്നെ ജീവിക്കുക. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് കുറ്റം വരരുത്. നമ്മുടെ അവസ്ഥയിൽ കഴിയുന്ന കാലം നമ്മൾ ചെയ്യുന്നു, കഴിയാത്ത കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ അള്ളാഹുവിന് ആ വിഷയം അറിയാം. പക്ഷെ നമ്മളെ നന്മ നിർത്തിവെക്കരുത്. ചെയ്യുന്ന ഉപകാരങ്ങൾ ഒരാൾ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാ പിന്നെ അമ്മായിക്ക് ഇനി ഒന്നും കൊടുക്കൂല, അങ്ങനെ പറയണ്ട, അമ്മായിക്ക് പിന്നെ കൊടുത്തേക്ക്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ അവർ പറയും. അതൊക്കെ നമ്മൾ അള്ളാഹു പരീക്ഷിക്കുക, നീ എങ്ങനെയാ ചെയ്യണത്. നമ്മൾ പറഞ്ഞല്ലോ, ആൾക്കാർ ഇങ്ങോട്ട് നല്ല ആൾക്കാരാണെങ്കിൽ അങ്ങോട്ട് എന്റെ നല്ല സ്വഭാവമാണ്, അത് നല്ല സ്വഭാവമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നല്ല പെരുമാറുന്ന ആൾക്കാരോടൊക്കെ ഞാൻ വളരെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറാണ്. അതിലെന്തായിരിക്കണത്? എല്ലാരും അങ്ങനെ തന്നെയല്ലേ. ഇങ്ങോട്ട് നന്നായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അങ്ങോട്ട്, അതല്ല ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുമ്പോഴും ഞാൻ അങ്ങോട്ട് നന്നായിട്ടേ പെരുമാറുള്ളൂ. അതാണ് സൽസ്വഭാവം, അതല്ലേ സൽസ്വഭാവം. ഇങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും തിരിച്ചു, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, കുഴപ്പമില്ല.
അങ്ങോട്ട് ചിരിക്കണില്ല, അങ്ങോട്ട് മിണ്ടുന്നില്ല, അവനോട് അങ്ങോട്ട് പോയി വർത്തമാനം പറയാണ്, അവനോട് മിണ്ടാൻ, അവനോട് ആ ബന്ധം ചേർക്കുകയാണ്. അതാണ് സൽസ്വഭാവം. അതൊക്കെ നമ്മുടെ ഇഹ്സാനിന്റെ ഭാഗങ്ങളാണ്. ദീൻ അതാ പഠിപ്പിക്കുന്നത്. ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെ സ്വഭാവക്കാർ എല്ലാ രാജ്യത്തുണ്ട്, എല്ലാ നാട്ടിലുണ്ട്. എല്ലാ ജനങ്ങളുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. ജനങ്ങളുടെ സ്വഭാവം അങ്ങനെ തന്നെ നിർത്തിയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. എല്ലാരും മാറ്റാൻ കഴിയില്ല. നാട്ടിൽ പോയ ഉസ്താദിനെ പരിചയപ്പെട്ട ഉസ്താദ് പറഞ്ഞ, അങ്ങനെ കണ്ണൂർ ജില്ലയിലാണ്, ഞാൻ സ്ഥലമൊന്നും പറയണില്ല. ആ ഉസ്താദ് പറഞ്ഞു, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഇത്തിരിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നാട്ടില്, പക്ഷെ ഞാൻ മാറണില്ല. മാറിയിട്ട് എന്താ കാര്യം? ഇതേ ഫിത്തനക്കാർ അടുത്ത മഹലിലുണ്ട്, അതപ്പുറത്തെ മഹലിലും അവരെന്നെയാ ഉള്ളത്. എല്ലാ നാട്ടിലും ഈ കമ്മിറ്റി തന്നെ ഉണ്ടാവുക. പിന്നെ ഞാൻ എന്തിനാ മാറണേ? അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ജനങ്ങളുടെ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമില്ല. ഒരു പെണ്ണ് കെട്ടി, എന്തോ സഹിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ തൊലാക്ക് ചൊല്ലി പിരിയാന്ന് പറഞ്ഞ് വേറൊരുത്തിനെ കെട്ടി. ആദ്യത്തെ 1-2 കൊല്ലക്കല്ലേ റൊമാൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോഴും പ്രശ്നം അങ്ങനെയൊക്കെ തന്നെയാണ്. മാറ്റാൻ പറ്റുമോ? അങ്ങനെ തന്നെയാണ്. അവളിൽ ആ വളവുണ്ടായിരിക്കെ തന്നെയാണ് നീ അവളിൽ ജീവിതം ആസ്വദിക്കുന്നത്. ആ വളവ് അങ്ങനെ തന്നെ ഉണ്ട്. ജനങ്ങളിൽ അതുണ്ട്, മനുഷ്യ ഹൃദയങ്ങളിൽ അതുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്യാണ്. നമ്മൾ ചെയ്യുന്ന ഉപകാരത്തിന്റെ കൂലി അള്ളാഹു തന്നാ മതി. എനിക്ക് കൂലി അള്ളാഹു തന്നാ മതി, വേറൊന്നും തരണ്ട. എന്റെ കൂലി അള്ളാഹുവില്ല. ഒരു നന്ദിയും ഒരു താങ്ക്സ് പോലും നിങ്ങൾ പറഞ്ഞിരണ്ട. ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതാണ് ഇഖ്ലാസിന്റെ പണി. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയത്തിലും ഈ വിഷയം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയാം. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ആള് ഇൽമുണ്ട്, സമ്പാദ്യമുണ്ട്, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുകയാണ്. മറ്റേ ആൾക്ക് ഇൽമുണ്ട്, സമ്പാദ്യമില്ല, പക്ഷേ എനിക്കുണ്ടെങ്കിൽ ഞാൻ അയാളെ പോലെ ചെലവഴിക്കും എന്ന് നിയ്യത്ത് ചെയ്തു. അജ്റുഹുമാ സവാ, രണ്ടാൾക്കും കൊടുക്കുന്ന കൂലി തുല്യമാണ്. രണ്ടാളും ഒരേ നിയ്യത്തുകാരാണ്. പിന്നെ മൂന്നാമത്തെ ഒരാൾ സമ്പത്ത് ഇഷ്ടം പോലുണ്ട്, പക്ഷെ ഇൽമില്ല. എന്താണ് ഖൈർ, എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത്, ഇതൊന്നും അറിയില്ല. ആ മനുഷ്യൻ അവന്റെ സമ്പത്തിൽ പെരുമാറുന്നത് ഒരു വിവരവുമില്ലാതെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം പോലും ഇല്ലാത്ത ജീവിതം അല്ലെ. സമ്പത്തുണ്ടാകും, പിന്നെ കള്ളുകുടി സെറ്റുകൾ, പിന്നെ ഗാംബ്ലിംഗ്, അങ്ങനത്തെ തിന്മകളിലേക്ക് മനുഷ്യൻ പോവാൻ. സ്വന്തം ബന്ധുക്കളെ പോലും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അള്ളാഹു സമ്പാദ്യം കൊടുത്തിട്ട് പട്ടിണി പാവങ്ങളായ കുടുംബക്കാരുണ്ടായിട്ട് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അള്ളാഹുവിന് ചില ബാധ്യതകൾ എന്റെ സമ്പത്തിലുണ്ടല്ലോ എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുന്ന ആൾ ഏറ്റവും മോശക്കാരനാണ് അവൻ ദുനിയാവിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരാൾ ലം യർസുഖുഹു ഇൽമൻ വലാ മാലൻ, അല്ലാഹു സമ്പത്തും കൊടുത്തിട്ടില്ല, ഇൽമും കൊടുത്തിട്ടില്ല. വഹുവ യഖൂൽ, ഇവൻ പറയുന്നുണ്ട്, ലൗ അന്നലി മാലൻ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ, എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഇവന്റെ മാതിരിയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക എന്ന് അവൻ പറയുന്നുണ്ട്. എങ്ങനെ? ഇവൻ അമലില്ലാത്ത ഇൽമില്ലാത്ത ആളാണ്. ഇവനെ പോലെ ഞാനും ചെയ്യും കേട്ടോ, ദുൽമ് ചെയ്യുന്നു. ഉണ്ടായിരുന്നത് എന്തെല്ലാം പുതിയ പുതിയ ബ്രാൻഡുകൾ പോയി കുടിക്കായിരുന്നു എന്ന് ഇവന്റെ ചിന്ത അതാണ്. ഇതിനകത്ത് പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ബിവറേജിന് മുമ്പ് പോയി ഞാൻ ഇരിക്കില്ല. എന്ത് പൈസ ഇല്ല, ഉണ്ടെങ്കിൽ ഞാനൊക്കെ എത്ര കുടിക്കുന്നതാണ്. ഇങ്ങനെയല്ല ചിന്തിക്കുന്ന ആളുകൾ. രണ്ടുപേരുടെയും കുറ്റം തുല്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഭയങ്കരമായ സമ്പാദ്യം ഉണ്ടാക്കി, പക്ഷെ അനിയൻ ഭയങ്കര സമ്പാദ്യമുണ്ട്, പക്ഷേ ജ്യേഷ്ഠൻ പാവപ്പെട്ട ആളാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. 15 ലക്ഷത്തിന്റെ മീതെ ചെലവഴിച്ച് മുറ്റത്തിന് ഇന്റർലോക്ക് ചെയ്തു. ആളും സംഭവം നിങ്ങൾക്ക് അറിയാത്തോണേ ധൈര്യമായിട്ട് പറയാണ്. നിങ്ങൾ ആ ചിന്തിക്കണ ആരുമല്ല. 15 ലക്ഷം ചെലവഴിച്ചിട്ട് മുറ്റം ഇന്റർലോക്ക് ചെയ്തു. 15 ലക്ഷം. അനിയൻ, ജ്യേഷ്ഠൻ പാവാണ്. ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണത്തിന് 10,000 റുപ്യ കടം വാങ്ങിയിരുന്നു. ഈ ഇന്റർലോക്ക് കഴിഞ്ഞ് 2 കോടിയോളം റുപ്യ ചെലവഴിച്ച് കല്യാണം നടത്തിയിട്ട് ഈ 10,000 റുപ്യ ജ്യേഷ്ഠനോട് പോയി ചോദിക്കുക, പൈസ എടുക്കുക. ആര്? ഈ അനിയൻ. 2 കോടി
കല്യാണത്തിന് വേണ്ടി മാത്രം 15 ലക്ഷം മുറ്റത്തേക്ക് ഇറക്കിയ പച്ചപ്പാവമായ ജ്യേഷ്ഠനോട് പോയിട്ട് 10,000 തിരിച്ചു വയ്ക്കുകയാണ്. കുറ്റം ഒരുപോലെയാണ്. അങ്ങനൊക്കെ ഞാനും ചെയ്യുന്നു തോന്നുന്നവനും ഇങ്ങനെ ചെയ്യുന്ന ആളും ഒരുപോലെയാണ്. എന്റെ നിയ്യത്താണ് വിഷയം. മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഖൽബിൽ അല്ലാഹു റഹ്മത്ത് കൊടുക്കുന്ന ഇടമാണ് ഖൽബ്. അത് റഹ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വഹാബി ഒന്ന് ചോദിച്ചില്ലേ, നബിയെ അങ്ങ് എന്തിനാ കുട്ടികളൊക്കെ അങ്ങനെ ചുംബിക്കുന്നത്? എന്റെ മക്കളെ ഞാനൊന്നും ചുംബിച്ചിട്ടില്ലല്ലോ. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലികു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അല്ലാഹു എടുത്തുകൊണ്ടുപോയാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മുടെ ദീൻ. അതാണ് നമ്മുടെ ദീന് പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കി വളർത്തണം മക്കളെയും കുടുംബത്തെയും പാവപ്പെട്ട ആൾക്കാരെ. നമുക്ക് അല്ലാഹു ചെയ്ത സമ്പത്തോട് നമ്മൾ നോക്കണം. നമുക്ക് വലിയ ആളുകളെ പോലെ ചെയ്യാം, നമ്മുടെ പരിധി നിന്നുകൊണ്ട് ചെയ്യാം, റഹ്മത്ത് ചെയ്യാം, കാരുണ്യം ചെയ്യാം. അതാണ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി ഇരിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു സ്വഹാബി ഇരിക്കുമ്പോ ഒരു കുട്ടി, ആ സ്വഹാബിയുടെ ആൺകുട്ടി ഇങ്ങനെ വന്നു. ആ സ്വഹാബി ആൺകുട്ടിയെ ഉമ്മ വെച്ച് മടിയിലിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോ ആ ആളിന്റെ പെൺകുട്ടി ഇങ്ങനെ ഓടി വന്നു. ചെറിയ കുട്ടി. ആ ആൺകുട്ടിയെ വലത് ഭാഗത്തിരുത്തി. പെൺകുട്ടി വന്നപ്പോ ആ കുട്ടിയെ ഇടത് ഭാഗത്ത് ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹീഹായ ഹദീസ്, മാ അദൽത ബൈനഹുമാ, ഈ കുട്ടികളോട് നീ നീതി ചെയ്തില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുട്ടികളോട് നീ നീതി ചെയ്തില്ലല്ലോ. എന്താ സംഭവിച്ചത്? ആദ്യത്തെ കുട്ടി വന്നപ്പോ വലതു ഭാഗത്ത് ഇരുത്തി മാത്രമല്ല, ആ കുട്ടിയെ ചുംബിച്ചിരുന്നു. രണ്ടാമത്തെ കുട്ടി വന്നപ്പോ ഇരുത്തിയിട്ടുണ്ട്, ആ മോളെ ചുംബിച്ചിട്ടില്ല. എന്റെ ഈ കുട്ടിയെ നീ ചുംബിച്ചു, ഈ മോൾക്കും അവകാശമല്ലേ, നീ ഒരു വാപ്പയല്ലേ, രണ്ടുപേർക്കും ഒരുപോലെ നീ റഹ്മത്ത് ചെയ്യണ്ടേ, നീ നീതി ചെയ്തില്ല. ഇതാണ് നമ്മുടെ ദീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. അങ്ങനെ ആയാൽ നാളെ ആഖിറത്തിലേക്ക് രക്ഷപ്പെടാനുള്ള സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ കസറാബിൻ ബിഖീഅ, അത് മരുഭൂമിയിലെ മരീചിക പോലെ അള്ളാഹു മാറ്റിക്കളഞ്ഞേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين ملك الجبار يا تنبر